നീ കരയാ ശരിവാ, ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ ബാപ്പയെ ഞാൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരും. അവര് ബാപ്പയെ വെറുതെ വിടുവോ? ഈ ബാപ്പയെ നിനക്ക് നല്ലോണം അറിയില്ലേ? അവര് മുതലാളിമാർ തമ്മിലുള്ള വഴക്കിന് ആ പ്രസാദ് ബാപ്പയെ ചതിയപ്പെടുത്തിയിട്ടുള്ള സത്യം പുറത്തു വരാതിരിക്കും. ഇക്ക ബാപ്പാന്റെ മണി മോട്ടിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഭീമപ്പള്ളിന്ന് ഓതിക്കൊണ്ടുവന്ന മണിയത്. എന്റെ സൈനബ, ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ബാപ്പയുടെ മണി ബാപ്പയുടെ അരത്തിനുണ്ട്. അത് ആടിന്റെ കഴുത്തി കിടന്ന മണിയാ. കള്ളം. കള്ളല്ല, നമ്മള് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബാപ്പ കണ്ടുപിടിച്ചൊരു സൂത്രാണ് ആ മണി. അപ്പൊ ഇക്കാന്റെ അരനേറ്റ ശബ്ദമാ? അതൊരു കൊച്ചു ഫോറിൻ അലാറാ. ഇതാ കണ്ടോ, നോക്ക്. ഞെക്കിയ മണി അടിക്കും. ഇതന്ന് എന്റെ മടിയിൽ വെച്ച് ഞെക്കിയത് കൊണ്ടാ അന്ന് കൂട്ടമണി അടിച്ചു. ശരിയമ്മേ മോനെ. ബാപ്പ, ഞമ്മള് ജാമ്യത്തിലിറങ്ങി മോനെ. ഓഹോ, ഇൻഷാ അല്ലാഹ്. എന്നാലും മനസ്സാവാച അറിയാത്ത കാര്യത്തിന് ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നടാ. ബാപ്പ വിഷമിക്കാതിരിക്കും. എങ്ങനെ വിഷമിക്കാതിരിക്കും മോനെ? കൊലക്കേസാണ്. എന്റെ ബാപ്പ ഒരിക്കലും ഒരു കൊലപാതകമായില്ലെന്ന് എനിക്കറിയാം. എന്റെ പഠിച്ചവനെ, മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നീ ഇത് കാണുന്നില്ലേ പഠിച്ചവനെ? നീ ഇത് കാണുന്നില്ലേ? എനിക്ക് അഭിമാനമുണ്ട്. അച്ഛന്റെ തീരുമാനം എന്താണെന്ന് എനിക്കിന്നറിയണം. ഷാൻ, നീ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്പം കൂടി ക്ഷമിച്ചിരിക്കും. ഇല്ല, ഇനി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ തോൽപ്പിച്ചുകൊണ്ട് ബാബു ആ പെണ്ണിന്റെ കരുത്തിൽ താലികെട്ടുന്നാണ് ഞാൻ ജീവിച്ചിരിക്കില്ല. ഷാൻ, ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്യണം. അവളുടെ പേരിൽ കിറുക്ക് പിടിച്ചിട്ടൊന്നുമല്ല. ആണത്തുള്ള അച്ഛന്റെ മകൻ ഒരു ചെറ്റകളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. പറയൂ, ഇക്കാര്യത്തിൽ അച്ഛനെ സഹായിക്കാമോ? ഷാൻ, ശരിയായാലും തെറ്റായാലും ഒരു രംഗത്തും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. സോമനും ഗീതയും ബാബുവുമെല്ലാം നമ്മുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ്. അവരെ നശിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണ്. നീ ധൈര്യമായിരിക്കും. ഞാൻ ജീവിച്ചിരുന്നാൽ സിന്ധു നിന്റേതായിരിക്കും. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നീ ആയിരിക്കും. ഓ, പോയി ആഹാരം കഴിക്കും. പോരാ. മുതലാളി, മാപ്പാക്ക്. ഞമ്മളോട് മാപ്പാക്കണോ? മനസ്സാവായ അറിയാത്ത കാര്യത്തില് ഞമ്മളെ കൊലക്ക് കൊടുക്കരുത് മുതലാളി. നമ്മൾ പാവാണ്. ഹമീദേ, ഓ എഴുന്നേൽക്ക്. ഓ, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരരുത്, മനസ്സിലായോ? പണച്ച തമ്പുരാനാണ് നേര്. ഞമ്മൾ ചതിക്കാൻ വന്നതല്ല. സഹായിക്കാനും വരണ്ട. ഓ, ഈ വീട്ടിൽ നിന്ന് ഞമ്മൾ എവിടെയും പോകൂല. നീ ഗീതാ ബീഡി കമ്പനിയിൽ ജോലിക്കാരനാണ്. നീ പോകേണ്ടത് അവിടെയാണ്. ഗീതാ ബീഡി കമ്പനി ഞമ്മൾ മയ്യത്താകുന്നത് വരെ എങ്ങനെ പഠിക്കല് ഞമ്മൾ കാലം കുത്തൂല. ഒരാളുടെ ഉപ്പും ചോർന്നത് ഞമ്മളിനി ഈ കാലൊക്കെ കിടന്നോളാം. നീ എത്ര ഉറക്കമുട്ടിയാലും ഇവിടത്തെ വാതിൽ തുറക്കില്ല. നിന്റെ ഉള്ളും പുറവും കണ്ണും കണ്ണുനീരും കണ്ട് തഴമ്പിച്ചവനാണ് ഈ പ്രസാദ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാ നല്ലത്. ഞമ്മൾ പോണ്. പക്ഷെങ്കില് ഗീതാപീഠി കമ്മിന്റെ പഠിക്കലേക്കല്ല, ഓടുന്ന തീവണ്ടിയുടെ മുമ്പിൽ. ഹമീദേ, ഓ, ഇവിടെ വരൂ. താൻ എന്തുകൊണ്ടാണ് സോമനെ വിട്ടു വന്നിരിക്കുന്നത്? മുതലാളി, പോലീസ് ഞമ്മളെ പിടിച്ചുകൊണ്ട് പോയിച്ച് ആ ചെകുത്താൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഓഹോ, തനിക്ക് ഞാനെന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ചെയ്യാത്ത കുറ്റത്തിന് തൂക്കിലേറ്റാണ്ട് നോക്കണോ? അങ്ങനെ തന്നെ രക്ഷിച്ചാൽ മുതലാളിക്ക് വേണ്ടി ഞമ്മൾ ജീവൻ കളയും. ഞാൻ ഹമീദിനെ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് തരേണ്ട പ്രതിഫലം മരണത്തേക്കാൾ വിഷമമുള്ളതാണ്. എന്ത് പറഞ്ഞാലും ഞമ്മൾ ചെയ്യും. എങ്കിൽ നീ പഴയ രീതിയിൽ തന്നെ സോമന്റെ കമ്പനിയിലേക്ക് പോകണം. അവിടത്തെ എല്ലാ നീക്കങ്ങളും രഹസ്യമായി എന്നെ അറിയിക്കണം. നമ്മളേറ്റ് സത്യം ചെയ്യും. മുതലാളി, ഞമ്മളെ പേര് ഹമീദ് എന്നാണെങ്കിൽ മുതലാളി പറയും പോലെ നമ്മൾ ചെയ്യും. ഇത് സത്യം. മോനെ, സിന്ധു നല്ലവളായിരിക്കാം.
പക്ഷെ അവള് കാരണം എത്രയോ കാലം സ്നേഹത്തിലായിരുന്ന നിങ്ങൾ രണ്ടു കൂട്ടുകാരും തമ്മിൽ പിണങ്ങിയില്ലേ? അത് അവളുടെ കുറ്റമാണോ അമ്മേ? അല്ലായിരിക്കാം. പക്ഷെ ഒരു പെണ്ണുണ്ടാക്കുന്ന ശത്രുത തലമുറകളോളം നിലനിന്നെന്നും വരും. അതുകൊണ്ട് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. അമ്മേ, ഇന്നുവരെ ഞാൻ എന്തെങ്കിലും ഉപയോഗം കാണിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവളെ മറക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. ക്ഷമിക്കണം അമ്മേ. ഇക്കാര്യത്തിൽ അച്ഛനെയും അമ്മയെയും എനിക്ക് ദുഃഖിപ്പിക്കേണ്ടി വരും. മോനെ, എനിക്ക് അവളെ മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അത്രയേറെ അടുത്തുപോയി. നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്യും. മോനെ, അരുത് മോനെ. നീ അവളുടെ കഴുത്തിൽ മാലയിടുമ്പോൾ തീർച്ചയായും ഞങ്ങളും ഉണ്ടായിരിക്കണം. ഞാൻ ഹമീദിനെ കൊണ്ട് അച്ഛനോട് ഈ കാര്യം പറയിപ്പിക്കാം. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10 മണിക്കാണ് മുഹൂർത്തം. പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ കൊടുത്തയക്കും. കൃത്യം 10 മണിക്ക് ഇവിടെ കാർ വരും. നീയും മകളും കൂടി ആ കാറിൽ കയറി നേരെ അമ്പലത്തിലോട്ട് വരണം. അവിടെ വെച്ചാണ് കല്യാണം. ആരുടെ കല്യാണക്കാര്യമായി പറയുന്നത്? എന്റെ മകന്റെ. അത് ശരി. ഞാൻ വിചാരിച്ചു എന്റെ മകളുടെ കല്യാണ കാര്യമാണെന്ന്. നിന്റെ മകളെ കല്യാണം കഴിക്കുന്നത് എന്റെ മകനാണ്. എന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണം. അത് നിങ്ങളുടെ വീട്ടിൽ നടത്തിയാ പോരെ? നീ ആലോചിച്ചാണോ സംസാരിക്കുന്നത്? ആലോചിക്കാതെ ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ ഒരു അപ്പോഴും ഇല്ല. എന്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏതായാലും നിനക്ക് ഞാൻ അല്പസമയം കൂടി തരുന്നു. എന്നെ പിണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. പ്രസാദ് സാറെന്താ പതിവില്ലാതെ വന്നത്? കല്യാണം ഉറപ്പിക്കാൻ. എന്നിട്ട് എന്തായി? ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10:30 മണിക്ക്. നീ അങ്ങോട്ടൊന്നും നോക്കണ്ടട മോനെ. പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ വരുന്നുണ്ട്. കൊല്ലരുത്. അടിച്ച് കൈയും കാലും ഓടിച്ചേക്കണം. ചെല്ലേ.